തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമുണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിൽ പണം തട്ടുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമായിരുന്നു എന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. തങ്ങൾക്കെതിരെ 17-കാരിയുടെ പരാതിയുണ്ട് എന്ന തരത്തിൽ ആയിരുന്നു ഇങ്ങനെ ഒരു വ്യാജ പ്രചാരണം നടന്നത്. അതിന് എതിരെ മുസ്ലിം ലീഗും തങ്ങളുമൊക്കെ രംഗത്ത് വന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഈ പ്രതിയുടെ വാദം, അതായത് ഇങ്ങനെ ഒരു 17-കാരി തങ്ങൾക്കെതിരെ പരാതിയുമായി രംഗത്തുണ്ട് എന്ന ആ വാദം തെറ്റാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. കാപ്പ ചുമത്തിയ മുഹമ്മദ് റോഷനെ ഇതിനിടെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പൊടുന്നനെ തന്നെ പോലീസ് അതിൽ ഇടപെടുകയും ചെയ്യുന്നു, അന്വേഷണവും നടത്തിയെന്നതാണ്. ഇപ്പോൾ എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ? അഭിലാഷ്, കേസിലെ നിർണായകമായിട്ടുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. മുഹമ്മദ് റോഷൻ എന്ന പ്രതി, അയാൾ ഈ ഒരു കെട്ടിച്ചമച്ച വാദങ്ങളാണ് ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 17-കാരിക്കെതിരെ പരാതി ഉണ്ടെന്ന മുഹമ്മദ് റോഷന്റെ വാദം അടിസ്ഥാനരഹിതമാണ്. FBയിൽ പ്രചരിച്ച ഫോട്ടോ അത് വ്യാജമായി മോർഫ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതി പറയുന്നത് പോലെ ഒരു പരാതിക്കാരി ഉണ്ട് എന്ന ആരോപണം നിലനിൽക്കെ അത്തരത്തിലൊരു പരാതിക്കാരിയെ കണ്ടെത്താൻ പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയെങ്കിലും അങ്ങനെ ആരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആസൂത്രിത കെട്ടുകഥയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ഇയാൾ ഒറ്റയ്ക്കല്ല, ഇയാൾക്ക് കൂടെ മറ്റുള്ളവരുണ്ട്. അവരെ കൂടി കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇയാൾ ഈ ഒരു ഫേക്കായിട്ടുള്ള ചിത്രങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ്, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ, ഇതൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പാസ്വേഡ് ഇയാൾ നൽകാത്തതിനാൽ പലതും പോലീസിന് പരിശോധിക്കാനായിട്ടില്ല. എന്താണെങ്കിലും നേരത്തെ തന്നെ കാപ്പ ചുമത്തിയ പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണത്തിൽ കുറെ കൂടി വ്യക്തത കൈവരുന്നതോടെ രാഷ്ട്രീയമായിട്ടുള്ള ആ വിവാദങ്ങൾക്ക് ഒരു അവസാനമാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാണെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉയർത്തിയത് വ്യാജവാദങ്ങളാണെന്ന് പോലീസ് കണ്ടെത്തുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ 17-കാരിയുടെ പരാതിയുണ്ട് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തിയത് പണം തട്ടുന്നതിന് വേണ്ടിയായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.